യോഹന്നാന്റെ ലേഖനം, മൂന്നാമത്തെ ലേഖനം, അതിലെ 2-ാമത്തെ വാക്യം ദയവായി ഒരാള് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ എല്ലാവരും കേൾക്കത്തക്ക നിലകളിലൊന്ന് വായിക്കുവാനിടയാകും. പ്രാർത്ഥനയോടെ എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ യോഹന്നാൻ എഫെസോസ് സഭയിലെ മൂപ്പനായിരിക്കുന്ന സമയത്ത് ഗായോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു ഭക്തനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ വിശ്വാസത്തിലേക്ക് നയിച്ചവനുമായ ഗായോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു ഭക്തന് താൻ ലേഖനം എഴുതുകയാണ്. ഈ യോഹന്നാന്റെ ലേഖനത്തിലെ 3-ാമത്തെ ലേഖനം. ഒറ്റ അധ്യായമാണ് അതിനകത്തുള്ളത്. ആ അധ്യായത്തിനകത്ത് 2-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ഈ ഗായോസ് എന്ന് പറയുന്ന വിശ്വാസിയായ ശുശ്രൂഷകനായ ക്രിസ്തു ഭക്തനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് താൻ പ്രാർത്ഥിക്കുന്നത്? പ്രിയനെ, നിന്റെ ആത്മാവ്, എല്ലാവരും ആ വചനത്തെ വാ തുറന്ന് ശബ്ദമുയർത്തി ഇന്ന് പകലൊന്ന് പറഞ്ഞാട്ടെ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാണ്? നിന്റെ ആത്മാവ്. ആരായി? നീ. ഗായോസ് എന്ന് പറയുന്ന ഈ വിശ്വാസിയുടെ ആത്മാവ് യോഹന്നാൻ പറയുകയാണ്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നുവോ? ഉണ്ടോ? അതുണ്ടാകാനുള്ള കാരണം നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ കയ്യിൽ പണം ഉണ്ടായത് കൊണ്ടല്ല, നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തെടുക്കുവാനുള്ള കഴിവുകളൊക്കെ ഉള്ളത് കൊണ്ടുമല്ല. നമ്മുടെ രക്ഷകനായ യേശു തന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ ആത്മാവിന് നിത്യരക്ഷ നൽകി തന്ന ആ കർത്താവിന്റെ ആ വലിയ ക്രൂശുമരണം നമുക്കായിട്ട് കർത്താവ് കൈവരിച്ചത് കൊണ്ടാണ് നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുവാനിടയായത്. സ്തോത്രം. അപ്പോഴിവിടെ നമ്മുടെ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു? ഗായോസിന്റെ ആത്മാവ് എങ്ങനായിരുന്നു? എല്ലാരും ഒന്ന് പറഞ്ഞു, എങ്ങനായിരുന്നു ഗായോസിന്റെ ആത്മാവ്? ശുഭമായിരുന്നു. ഓ ജീസസ്, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. എന്നിട്ട് ഗായോസിന് വേണ്ടി യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തോ പ്രാർത്ഥിക്കുന്നത്? അതുപോലെ, ഏതുപോലെ? ശുഭമായിരിക്കുന്നത് പോലെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും
എങ്ങനെ? എല്ലാരും പറഞ്ഞ സകലത്തിലും. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, യേശു എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിങ്ങൾ സകലത്തിലും, ഈ വേടങ്ങ് നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടണം ഇന്ന് പകൽ. സകലത്തിലും. എല്ലാരും പറ സകലത്തിലും. സകലത്തിലും. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സകലത്തിലും, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകലത്തിലും, ഇന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന സകലത്തിലും, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടുന്ന സകലത്തിലും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടുന്ന സകലത്തിലും, നിങ്ങൾക്ക് വേണ്ടുന്ന സകലത്തിലും ഒരക്ഷരം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് പകൽ വചനത്തിന്റെ ഡെലിവറൻസ് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരപ്പെടാം. പരിശുദ്ധാത്മാവിൽ ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് പകൽ പറഞ്ഞാൽ ഇത് എന്നോടുള്ള ദൈവ ശബ്ദമാണ്. ഇത് ഗായോസിനോടും യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവത്തിന് എന്നോടുള്ള ദൈവ ശബ്ദമാണ്. സകലത്തിലെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് റെവലേഷനും കൂടെയാണ്. സകലത്തിൽ. ഞാൻ ഇന്ന് ഇതിനകത്തിരിക്കുന്ന അല്പമായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളോട് പറയുന്നു, ചിലർ പറയാറുണ്ട് ക്രൈസ്തവ ജീവിതത്തിനകത്ത് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കഷ്ടതയും ഒക്കെ അടങ്ങിയ ജീവിതമാണ്. ഞാൻ ഇതിനെതിരൊന്നുമല്ല, അതൊക്കെ സമ്മതിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമയത്തും പനിയൊക്കെ വരാം, അല്ലേ? ശരീരവേദനയൊക്കെ ഉണ്ടാകാം, അല്ലേ? ഞാൻ അതിനെതിരൊന്നുമല്ല. പക്ഷേ എന്നും ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ എന്നും ഇത് തന്നെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങളുടെ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ സകലത്തിലും. സകലത്തിലും. ഇതങ്ങ് ചേർത്ത് പിടിക്കണം ഈ വചനം. എന്നിട്ട് പറയണം ദൈവത്തോട്, ദൈവമേ അങ്ങയുടെ വചനം പറയുന്നല്ലോ ഞാൻ സകലത്തില് എങ്ങനായിരിക്കണം? ശുഭമായും സുഖമായും ഇരിക്കണം.